ഹായ് ഫ്രണ്ട്സ്, ഇയാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിക്കോ പൂരിക്കോ അപ്പത്തിനോ എന്തിനു വേണമെങ്കിലും കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു സവോള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അതും ചെറുതാക്കി ഒന്ന് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുവാണ്. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ രീതിയിൽ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂണ് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മീറ്റ് മസാല. ഇതെല്ലാം കൂടി ഒന്ന് ചേർത്തിട്ട് നമുക്ക് ഇതിന്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള മുട്ടക്കറിയാണ്. അതുകൊണ്ട് ഞാൻ തക്കാളി കാര്യങ്ങളൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എത്ര കൊഴുപ്പാണോ വേണ്ടത് ആ രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല നീണ്ടിട്ടുള്ള വേണ്ടെങ്കിൽ നന്നായി വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഞാനിവിടെ ഇതിലേക്ക് ഒരു 5 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇതിവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതാ ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.